അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്തുൽ അസ്ർ. ഖുർആനിലെ ചെറിയ ഒരു സൂറത്താണ് ഈ സൂറത്തുൽ അസ്ർ. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ നമ്മോട് പറയുകയാണ്. ഏതൊരു സംഭവങ്ങളും ചരിത്രം കാലം സാക്ഷിയാണല്ലോ. അതുകൊണ്ട് തന്നെ കാലം ശക്തമാണ്. ഈ കാലത്തെ സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ചില മുഫസ്സിരീങ്ങൾ അസ്ർ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം അസ്ർ നിസ്കാരമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. നിശ്ചയമായും മനുഷ്യവർഗം നഷ്ടത്തിൽ തന്നെയാണ്. ഈ നഷ്ടം പാരത്രിക നഷ്ടമാണ്. ഐഹിക ലാഭവും നഷ്ടവും ശാശ്വതമല്ല. എന്നെന്നും നിലനിൽക്കുന്നത് പാരത്രികമാണ്. നാം മരിച്ചതിന് ശേഷമുള്ള ലോകത്ത് ലഭിക്കുന്ന നേട്ടമാണ്. വിശുദ്ധ ഖുർആനിൽ ഇതിന് സമാനമായി പല ആയത്തുകളുമുണ്ട്. ഒരാൾക്ക് കുറേ ഇൽമുണ്ടായി, പക്ഷേ ആഖിറത്തിലേക്ക് ഉപകരിച്ചില്ല, അവൻ നഷ്ടത്തിലാണ്. ഒരാൾക്ക് ധാരാളം സമ്പത്തുണ്ടായിട്ടും പരലോകത്തിന് വേണ്ടി അവിടെ പ്രതിഫലം കിട്ടാൻ വേണ്ടി വേണ്ടത് ചെയ്തില്ല, അവനും നഷ്ടത്തിൽ തന്നെ. നല്ല ആരോഗ്യമുണ്ടായിട്ട് ആ ആരോഗ്യം കൊണ്ട് നന്നായി ഇബാദത്തെടുത്തില്ല, ഇങ്ങനെയുള്ളതെല്ലാം ആഖിറത്തിലെ നഷ്ടം തന്നെ. എന്നാൽ പരാജയത്തിൻ്റെ വഴിയിൽ നിന്നും കരകയറാനും വിജയത്തിൻ്റെ രാജവീതികളിൽ സഞ്ചരിക്കാനും കഴിയുന്നവർ, അങ്ങനെ കഴിഞ്ഞവർ, അവരാണ് ആഖിറം സമ്പാദിച്ചവർ. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവർ, ഇവരൊഴികെ ഇവർ നഷ്ടപ്പെട്ടവരിൽപ്പെട്ടവരല്ല, ഖാസിരീങ്ങളിൽപ്പെട്ടവരല്ല. 4 കാര്യങ്ങളുണ്ടായാൽ ഏതൊരു മുസ്ലിമും അവൻ്റെ ആഖിറം രക്ഷപ്പെടും എന്നാണ് ഈ സൂറത്തിൽ നിന്ന് ഗ്രഹിക്കുന്നത്. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? 1. മുഅ്മിനാവുക, സത്യവിശ്വാസിയാവുക. 2. സൽക്കർമ്മങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ, അമലുകൾ, അമലുസ്സാലിഹാത്ത് അത് ചെയ്യുക. 3. സത്യം കൊണ്ട് ഉപദേശിക്കുക, അനുഷ്ഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും അനുഷ്ഠിക്കുക, വർജിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും വർജിക്കുക, ഒഴിവാക്കുക. നന്മ ഉപദേശിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യുക എന്നത് ഏതൊരു മുസ്ലിമിൻ്റെയും കടമയിൽപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് നന്മ ഉപദേശിക്കുക, സത്യം കൊണ്ട് ഉപദേശിക്കുക. 4-മത്തെ കാര്യം ക്ഷമ കൊണ്ട് ഉപദേശിക്കുക. ക്ഷമ വളരെ അത്യാവശ്യമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് ക്ഷമ. എന്താ കാരണം? ആരാധനകൾ നിർവഹിക്കാൻ ക്ഷമ വേണം. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്ഷമ അത്യാവശ്യമാണ്. ആപത്തുകൾ വരുമ്പോഴും രോഗങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടുമ്പോഴും പ്രതീക്ഷകൾ തകരുമ്പോഴെല്ലാം ക്ഷമ വളരെ അത്യാവശ്യമാണ്. ഇതൊക്കെ പരീക്ഷണമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ക്ഷമിക്കാൻ കഴിയണം. ഇത്തരം കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. ഈ സൂറത്തിൻ്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ സൂറത്തല്ലാതെ മറ്റൊന്നും അവതരിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും ജനങ്ങൾക്ക് ഇത് മതിയാകുമായിരുന്നു. ഖുർആനിലെ എല്ലാ വിജ്ഞാനങ്ങളെയും ഇത് ഉൾക്കൊണ്ടിരിക്കുന്നു. ഇന്നഹാ ശമിലത് ജമിഅ ഉലൂമിൽ ഖുർആൻ. ഖുർആനിലെ എല്ലാ വിജ്ഞാനങ്ങളും ഈ സൂറത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വളരെയേറെ മഹത്വമുള്ള ഒരു സൂറത്താണ് ഈ സൂറത്തുൽ അസ്ർ. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഖാസിരീങ്ങളിൽ നിന്ന് അഥവാ ആഖിറം നഷ്ടപ്പെട്ടവരിൽ നമ്മെ ആരെയും
അല്ലാഹു തആല ഉൾപ്പെടുത്താതിരിക്കട്ടെ. ആമീൻ. സൂറത്തുൽ അസ്ർ 3 ആയത്തുകളുണ്ട്. ഒന്നാമത്തെ ആയത്ത് വൽ അസ്ർ. ചുണ്ടുകളിൽ നിന്നും പുറപ്പെടുന്ന ഹർഫാണല്ലോ വാവ്. ഈ വാവ് മൊഴിയുന്ന സമയത്ത് 2 ചുണ്ടുകൾ തമ്മിൽ അല്പം വിടവുണ്ടായിരിക്കണം. മദ്ദിയായ വാവല്ല, ഇങ്ങനെയുള്ള വാവ്. മദ്ദിയായ വാവ് മൊഴിയുമ്പോൾ 2 ചുണ്ടുകളുടെ 2 തെല്ലുകൾ കൂടിയിരിക്കുകയും നടുഭാഗം തുറന്നിരിക്കുകയും ചെയ്യണം എന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ്. മദ്ദിയായ വാവ് എന്ന് പറഞ്ഞാൽ നീട്ടുന്ന വാവ്, ഊ എന്നൊക്കെ ഉച്ചരിക്കുന്ന വാവ്. മദ്ദിയല്ലാത്ത വാവ്, ഇത്തരം വാവുകൾ മൊഴിയുന്ന സമയത്ത് 2 ചുണ്ടുകൾ തമ്മിൽ അല്പം വിടവുണ്ടായിരിക്കണം. അൽ അസ്ർ എന്ന വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ സ്വാദ് എന്ന് പറയുന്ന ഈ ഹർഫിൽ സഫീറത്ത് എന്ന് പറയുന്നൊരു സിഫത്തുണ്ട്, പക്ഷിസ്വരം. സ്വാദ് ഉച്ചരിക്കുന്ന ആ ശബ്ദം അരയന്നത്തിൻ്റെ ശബ്ദത്തോട് ചില ഇമാമിങ്ങൾ സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പദത്തിലെ സ്വാദിൽ സഫീറത്ത് എന്ന് പറയുന്ന സിഫത്ത് നല്ല രൂപത്തിൽ കൊടുക്കുന്ന സമയത്ത് സ്വാദിന് ശേഷമുള്ള റാഇൻ്റെ അസർ നഷ്ടപ്പെട്ടു പോവാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം. അഥവാ റാ ഇല്ലാത്തതുപോലെ ആയിപ്പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊന്ന് ഓതാം. വല്ല അസ്വ. ഇപ്പോൾ റാ ഇല്ലാത്തതുപോലെയാണ് കേൾക്കുമ്പോൾ. റാഇൻ്റെ അസർ ഉണ്ടാവണം. വല്ല അസ്വ. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്വാദിൽ കൽക്കലത്ത് കൊടുക്കേണ്ടതില്ല. പലരും ഇവിടെ ഓതാറുള്ളത് വല്ല അസുർ, അസ് എന്ന് സ്വാദിൽ അല്പം കൽക്കലത്ത് കൊടുക്കും. വേണ്ടതില്ല. കൽക്കലത്തില്ലാതെ വല്ല അസുർ എന്ന് ഓതുക. അടുത്തായത്ത് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇന്ന എന്ന പദത്തിലെ നൂന് ഷദ്ദുള്ളതാണല്ലോ, അതുകൊണ്ട് നന്നായി മണിച്ചുകൊണ്ട് ഉന്നത്ത് ചെയ്തുകൊണ്ട് ഓതണം. ഇന്ന അൽ ഇൻസാന. ഇൻസാന എന്നതിലെ നൂനിനെയും മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ലഫീ ഖുസ്ർ. ലഫീ ഫാ ശ്രദ്ധിക്കണം. ഖുസ്ർ ഈ വാക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം സീനും സഫീറയുടെ ഹർഫിൽപ്പെട്ടതാണ്. പക്ഷിസ്വരം, വെട്ടുകിളിയുടെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദമാണ് സീനിൻ്റെ ശബ്ദം. അസ് അസ്. തൊട്ടു മുമ്പുള്ള ആയത്തിൽ സഫീറയുടെ ഹർഫായ സാദിന് ശേഷം റാ വന്നതിനാൽ റാഇൻ്റെ അസർ നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും സഫീറയുടെ ഹർഫായ സീൻ, ആ സീനിന് ശേഷം റാ വന്നതിനാൽ ഇവിടെയും റാഇൻ്റെ അസർ നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല. റാ ഇല്ലാത്തതുപോലെ ഉച്ചരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ സീനിലെ കൽക്കലത്ത്, അതും ശ്രദ്ധിക്കണം. കൽക്കലത്ത് കൊടുക്കാതെയാണ് ഓതേണ്ടത്. എന്നാൽ മറ്റു ചിലർ റായിൽ കൽക്കലത്ത് കൊടുക്കാറുണ്ട്. ഒന്നാമത്തെ ആയത്തിലും രണ്ടാമത്തെ ആയത്തിലും ഇനി ശേഷം പറയാൻ പോകുന്ന മൂന്നാമത്തെ ആയത്തിലും. അങ്ങനെ വേണ്ടതില്ല. കൽക്കലത്തില്ലാതെയാണ് ഉച്ചരിക്കേണ്ടത്. ലഫീ ഖുസ്ർ. ലഫീ ഖുസ്ർ. അടുത്ത ആയത്ത് ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്. ഇല്ലല്ലദീന. അല്ലദീ ദാലാണ്, പുള്ളിയുള്ള ദാല്. ആമനൂ വഅമിലു വഅ ഐന് വഅമിലുസ്സാലിഹാത്തി. സ്വാദാണ്, സീനായി പോവാൻ പാടില്ല. വഅമിലുസ്സാലിഹാത്തല്ല, വഅമിലുസ്സാലിഹാത്തി. വതവാസൗ ബിൽ ഹഖ്. വതവാസൗ സ്വാദാണ്. ബിൽ ഹഖ്. ഖാഫ് ബിൽ ഹക്കി എന്നല്ല, കാഫായിട്ടല്ല, ബിൽ ഹക്കി. വതവാസൗ അവിടെയും സ്വാദാണ്, സീനല്ല. വതവാസൗ എന്നല്ല, വതവാസൗ ബിസ്സബ്ർ. ബിസ്സ
അവിടെയും സ്വാദാണ്. ബിസ്സബ്ർ അവിടെയുമുള്ള റായിലെ അസർ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ബിസ്സബ്ർ വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്സാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്സാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ.